കോട്ടയം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണല്ലോ. അപ്പം എനിക്ക് ഒരുപാട് ഓർമ്മകൾ എൻ്റെ ജീവിതത്തിൽ കോട്ടയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ എനിക്ക് ഇവിടെ വന്ന് ഈ അമേരിക്കയിൽ വരാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ്. കാരണം വെച്ചാൽ ഇവിടെ വന്നതുകൊണ്ടാണ് ഈ എല്ലാ സാഹചര്യങ്ങളും ജീവിത നിലവാരം വരെ ഒരു നല്ല നിലയിലേക്ക് എത്താൻ സാധിച്ചത്. പിന്നെ ഈ കോട്ടയം ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ കോട്ടയം നിവാസികൾ എല്ലാം കൂടെ ഒന്നിക്കുന്ന ഒരു അവസരമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. എല്ലാത്തിനും പ്രത്യേകമായിട്ട് ദൈവത്തിനാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. കാരണം ദൈവികമായ ആ ഒരു അനുഭൂതി വന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. കോട്ടയത്ത് ദേവമാതാ കോളേജ് കുറവിലെ കാണില്ലേ? കോട്ടയത്ത് സിനിമ കാണാൻ വരുമല്ലോ. പിന്നെ ഞാൻ കോട്ടയത്ത് നമ്മുടെ അനുപമയോ ആനന്ദോ അടയാടി ഇനി വന്നേ ഒരു സെക്കൻഡ്. അല്ല, ബാബുവിനോട് പറഞ്ഞില്ല, ബാബു ഞാൻ കേട്ടില്ല, ബാബുവിനോട് പറഞ്ഞോളാം. അറിയാം, കണ്ടിട്ടില്ല. ശകലം ബോളിംഗ് കുറയ്ക്കാം. വിനു ഹലോ. ഇന്നാ പരിപാടി. പിന്നെ ബോബിയെ കണ്ടില്ലല്ലോ, വായിങ്ങോട്ട്. അല്ല, ഞങ്ങള് ഇന്ന് 10 മണിയാകുമ്പോ പരിപാടി പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നാള് മാഗിനകത്ത്. ബോബി വാ. പേരെന്ന് പറഞ്ഞേക്കാ. ബാബു കണ്ടിട്ടുണ്ട്. തങ്കമ്മ. നാട്ടില് കോട്ടയത്തെ വീട്. എവിടെയാ കോട്ടയത്ത്? കോട്ടയത്ത് ചുങ്കം. അമേരിക്ക വന്നിട്ടിപ്പം 20 വർഷം. 20 വർഷമായിരുന്നു. ഓ, അത് ശരി. അമേരിക്ക പൊതുവെ എങ്ങനെ ഉണ്ടാവും? കുടുംബക്കാരൊക്കെ ഉണ്ട്? ഉണ്ട്. എന്റെ 2 സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. അത് ശരി. പൊതുവെ അച്ഛൻ എന്ത് ചെയ്യുന്നു? പുള്ളിക്കാരൻ അവിടെ ബാങ്ക് മാനേജരായിരുന്നു നാട്ടില്. എവിടെ? നാട്ടിലോ? ഏത് ബാങ്കിലായിരുന്നു? കാത്തലിക് സിറിയൻ ബാങ്ക്. ഇവിടെ ഇപ്പം ജോലി ചെയ്യുന്നില്ല. ഞങ്ങള് രണ്ടും. എനിക്ക് മേലാതെ വന്ന കാലിൽ. മക്കള് 2 പേരും 2 പെൺപിള്ളേരാ. അവര് കെട്ടി ന്യൂ ജേഴ്സിയിലും ഒരാള് നോർത്ത് കാരോലിന. എന്റെ വീട് ഹൈറേഞ്ചിലാണേലും കോട്ടയത്താ കോളേജിലോട്ട് വിട്ടത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് കല്യാണം. പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ കല്യാണം കഴിഞ്ഞു. BCM-ല് 3 വർഷം 5 വർഷം? 5 വർഷം. 5 വർഷം ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. ശരി. കോട്ടയം ഇഷ്ടപ്പെട്ടായിരുന്നു പട്ടണം? കോട്ടയോ? പിന്നെ നല്ല പട്ടണം അല്ലേ? നെടുങ്കണ്ടത്ത് എന്റെ ബ്രദർ. നമ്മുടെ പേരെങ്ങനെയാണ്? തങ്കമ്മ. കോട്ടയത്തെ വീട്ടുകാരെങ്ങനെയാ? ഒന്ന് ഓഫ് ചെയ്യാം. ഞാൻ 82-ലാ BA കഴിഞ്ഞത്. 82 BA കഴിഞ്ഞു. ഇംഗ്ലീഷായിരുന്നോ? മെയിൻ എന്തായിരുന്നു? എക്കണോമിക്സ്. ശരി. അച്ഛനോട്ട് എങ്ങനെ കല്യാണമൊക്കെ നടന്നത്? കല്യാണം ആലോചിച്ച് നടന്നതാണോ? പിന്നെ എന്റെ അമ്മയുടെ അനിയത്തി പരിപ്പിലുണ്ട്. ഇവരുടെ ബന്ധുക്കളെല്ലാം പരിപ്പിലുണ്ട്. പിന്നെ ഇവരുടെ വീട്ടുകാരായിട്ട് പുള്ളിക്കാരന്റെ ഫാദറൊക്കെ മലേഷ്യയിലായിരുന്നു പണ്ട് കാലം മുതലേ. ഒരു 35-ലെങ്ങാണ്ട് പോയതാ. ഈ അച്ഛന് കാതലിക് സിനിമയിലായിരുന്നു പറഞ്ഞില്ലേ? അപ്പം മുഴുവൻ ട്രാൻസ്ഫർ ഒക്കെ അല്ലേ 3 വർഷം കൂടി? അന്നേരം മൈസൂർ ഉണ്ടായിരുന്നു, ഹുബ്ലിയില്, കർണാടകയില് ചുറ്റിക്കറങ്ങി. പിന്നെ ഞങ്ങള് മക്കളും ഒക്കെ ആയിട്ട്. പിള്ളേരൊന്ന് കുഞ്ഞായിരുന്നു. കോട്ടയത്തെ പറ്റി എന്നാ ഉണ്ടോ മാമി ഓർമ്മ? കോട്ടയത്തെ പറ്റിയല്ലേ ഓർമ്മയുള്ളൂ. നല്ല പ്രായം മുഴുവൻ അവിടല്ലേ. പിന്നെ 15-16 വയസ്സുള്ളപ്പം കോളേജിൽ ചെന്നു. പിന്നെ പഠിച്ചോണ്ടിരുന്നപ്പോ തന്നെ കല്യാണം കഴിഞ്ഞു. 81-ല്. 82-ല് ഞാൻ BA കംപ്ലീറ്റ് ചെയ്തു. പഴയ കൂട്ടുകാരെയൊക്കെ കാണാറുണ്ടോ? മീറ്റ് ചെയ്യാറുണ്ടോ എവിടെയെങ്കിലും വെച്ച്? കുറെ പേരൊക്കെ ഇവിടെ ഉണ്ട്. വന്ന ഇടയ്ക്കെല്ലാം മീറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാരും
നിങ്ങളുടെ BCM കോളേജിൽ അലുമിനയൊക്കെ ഉണ്ടോ അല്ലോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ആര് പോകുന്നു അങ്ങനെ. അല്ലേ? ഓക്കെ. ഈ കോട്ടയം ക്ലബിന്റെ പരിപാടിക്ക് എല്ലാ വർഷം വരാറുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ്. ഓണത്തിന്. ഓക്കെ. താങ്ക് യു. അമ്മമ്മ വേറെ എന്നാണ് പറയാനുള്ളത്? കേരളത്തെ പറ്റി, അമേരിക്കയെ പറ്റിയൊക്കെ? കേരളം തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട്, പഞ്ചകത്താന്റെ നാടായിക്കൊണ്ട് അതൊക്കെ അതെ. ഓരോന്ന് വായിക്കുമ്പോ ഞാൻ പ്രാർത്ഥിക്കുക എന്റെ നാട്ടിലായിരിക്കല്ലേ ഇത്, ശരി. ചുമ്മാ വല്ലൊരു ഇട്ടായിരിക്കും. ആയിക്കോട്ടെ. ഒട്ടും പുള്ളിക്കാരൻ പാടും നല്ല പഴയ പാട്ടൊക്കെ. മക്കളൊക്കെ ഇപ്പൊ മക്കള് കല്യാണമൊക്കെ കഴിപ്പിച്ച? കല്യാണമൊക്കെ കഴിഞ്ഞു. ഇവിടെ എവിടെയാ ഹ്യൂസ്റ്റണിൽ താമസിക്കുന്നത്? ഞങ്ങൾ ഇവിടെ നടത്താ ലിക്സിംഗ്ടൺ പോയിന്റ്. വലിയ ദൂരമില്ല, നാട്ടിലെ കണക്കിനാണ് നടന്നു വരാൻ. ഒരു ചേച്ചി പിന്നെ എത്ര സിബ്ലിങ്സ് ഇവിടെ ഉണ്ട് അമേരിക്കയില്? എന്റെ 2 ചേച്ചിമാരും ഇവിടെ ഉണ്ട്. അവരുടെ മക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. അവരിപ്പോഴും ജോലി ചെയ്യുന്നുണ്ടോ? റിട്ടയർ ചെയ്തോ? അവര് ഒരാളങ്ങനെ ജോലിക്ക് പോയില്ലായിരുന്നു, വലിയ പഠിച്ചൊന്നുമില്ല. മറ്റേ ആള് റിട്ടയർ ചെയ്തു, RN-ആയിരുന്നു, റിട്ടയർ ചെയ്തു. പിന്നെ എന്റെ മൂത്തതാ ബ്രദർ നാട്ടിൽ തന്നെ. പുള്ളിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. വരണമെങ്കിൽ പുള്ളിയെല്ലാം ആരെ ഏൽപ്പിക്കാൻ പാടാ. ഇല്ല, പുള്ളിക്ക് അതുപോലെ വെൽറ്റിടുക. ഓക്കെ മമ്മി, പരിചയപ്പെട്ട ഒത്തിരി സന്തോഷം. എന്നെ പേര് സെന്നി എന്നാണ്. സെന്നി. ഹ്യൂസ്റ്റൺ വൈഫിന്റെ വൈഫിന്റെ പേര് ഷൈനി എന്നാണ്.